ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇവർക്കും മിലു കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മൾ ഇന്നിവിടെ ഓണസദ്യയ്ക്ക് നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഡിഷുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അവിയലാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾ വീഡിയോ ഫുള്ള് കാണണം. ഇതിലൊരു ടിപ്പുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ള് കണ്ടിട്ട് ഇതെല്ലാവരും നമ്മുടെ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാണ് നമ്മളിത് ചെയ്തെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നെങ്കിൽ ആ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ട് സൈഡിലുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങളുടെ ഇടുന്ന അപ്ഡേറ്റ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് അവിയൽ തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞങ്ങളിവിടെ പച്ചക്കറിയായിട്ട് എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, ചേന, ബീൻസ്, കുമ്പളങ്ങ, മത്തങ്ങ, പടവലങ്ങ, പിന്നെ നമ്മൾ പച്ചക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പുളിക്ക് വേണ്ടി ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് പച്ചമാങ്ങയാണ്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മുഴുവൻ തേങ്ങ നമ്മൾ ചിരകി എടുത്തിട്ടുണ്ട്. കുറച്ച് കരിവേപ്പില വേണം, ഒരു 7 ചെറിയുള്ളി, ഒരു 7 പച്ചമുളക്, പിന്നെ ഒരു ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ നാടൻ അവിയലായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അടിപൊളി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നല്ല വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ പച്ചക്കറികളൊക്കെ അരിയുമ്പോൾ നീളത്തിലാണ് നമ്മളെപ്പോഴും അവിയൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നീളത്തിലാണ് പച്ചക്കറി എല്ലാം അരിയേണ്ടത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ഈ അവിയൽ തയ്യാറാക്കുന്നതിനായിട്ട് ആവശ്യമുള്ള പൊടികൾ നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. ഈ പാത്രത്തിൽ തന്നെ നമ്മൾ അവിയൽ വെക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കറിവേപ്പില. പിന്നെ നമ്മൾ ഈ അവിയലിൻ്റെ അകത്ത് നമ്മൾ വെള്ളം ഒഴിക്കത്തില്ല, നമ്മൾ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ അവിയൽ തയ്യാറാക്കുന്നത്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. നമുക്ക് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കണം, ഈ പൊടികളും വെളിച്ചെണ്ണയും. ഞാനിവിടെ നല്ല അടി കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലോ അല്ലെ നല്ല ഉരുളികളിലോ ഒക്കെ നിങ്ങൾക്ക് ഈ അവിയൽ തയ്യാറാക്കാവുന്നതാണ്. നമുക്കിനി ഗ്യാസ് ഓണാക്കാം. നമ്മൾ നന്നായിട്ടൊന്ന് ഇത് ചൂടാവുന്നിടം വരെ നമുക്ക് ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് തീ എപ്പോഴും നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് മാത്രമാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. ഈ കഷ്ണത്തിൻ്റെ അകത്തെ വെള്ളമെല്ലാം ഇതിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കണം. പക്ഷേ ഇത് കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാത്ത രീതി വേണം നിങ്ങളത് ഇളക്കി കൊടുക്കാനായിട്ട്. ഇനി ഇത് ചെയ്യുന്നത്, ഞാനിവിടെ വാഴയിലയാണ് ഞാൻ വെക്കുന്നത്. ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് നമുക്ക് വാഴയില വെച്ചിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ആ വാഴയിലയുടെ ആ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ അവിയലിന് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിനി ഇതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കാം. എപ്പോഴും നമ്മൾ അവിയലിന് തേങ്ങയൊന്ന് ജസ്റ്റ് ഒതുക്കിയെടുക്കുകയോ ചെയ്യുന്നത്. ഇവിടെ അമ്മിക്കല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് ചതച്ചെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ പക്ഷേ ഇവിടെ മിക്സിയിലാണ് ചെയ്യുന്നത്. അതിന് വേണ്ടി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഒന്ന് 2ആയിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പച്ചമുളക് ഒന്ന് 2ആയിട്ട് ഇങ്ങനെ ഒന്ന് ഒടിച്ച് നമുക്ക് ഇടാവുന്നതാണ്. പിന്നെ ജീരകം, കുറച്ച് കറിവേപ്പില. ഞാനിവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് കഷ്ണത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് തേങ്ങ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ചെറിയ ഉള്ളിയും ജീരകവും ഇതെല്ലാം കൂടെ നമ്മൾ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. നമുക്ക് ഇനിയൊന്ന് തുറന്നു നോക്കാം, കഷ്ണങ്ങളൊക്കെ വെന്തോ നോക്കാം. നമ്മുടെ വാഴയിലെല്ലാം നന്നായിട്ട് വാടി ഇപ്പോൾ നമുക്കിത് മാറ്റാം.
നമ്മൾ അവിയലിന് നമ്മൾ ഇളക്കുന്ന ഉടനെ നമ്മൾ സൂക്ഷിച്ചിളക്കണം, എന്നല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കഷ്ണങ്ങളൊക്കെ അങ്ങ് വെന്തുടഞ്ഞു പോവും ഇളകി ഇങ്ങനെ. അതുകൊണ്ട് വെന്തോ നോക്കാം. നമുക്ക് ചേനയാണ് നമ്മൾ നോക്കേണ്ടത്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ തേങ്ങ നമ്മൾ നന്നായിട്ട് ഒതുക്കിയെടുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ തേങ്ങ ഒതുക്കിയെടുക്കാൻ. ഇനി നമുക്കിത് ഈ കഷ്ണത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു അവിയലാണ്. ആ വാഴയിലയുടെ ആ ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ മെയിനായിട്ട് നമ്മൾ ഇളക്കുന്നുണ്ട് നമ്മുടെ കഷ്ണങ്ങളൊന്നും വെന്തുടഞ്ഞ് അങ്ങനെ ഇളക്കി ഉടഞ്ഞു പോകാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതിലേക്ക് പുളിക്ക് ഞാൻ മാങ്ങ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ആ മാങ്ങ മാത്രം മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുളി കുറവുള്ള മാങ്ങയോ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മാങ്ങ ചേർക്കാൻ ഇപ്പോൾ മാങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നമ്മൾ ഈ സമയത്ത് നോക്കണം. ഉപ്പൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ സമയത്ത്. അവിയൽ തേങ്ങയൊക്കെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒരു 2-3 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് അടച്ചു വെക്കണം. അരപ്പൊക്കെ ഒന്ന് ചെറിയ ഒരു തീയിലൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. ഒരു 2-3 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. നമുക്കിനി ഒന്ന് തുറന്നു നോക്കാം. നമ്മുടെ അവിയൽ നല്ല റെഡിയായി കഴിഞ്ഞു. ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമ്മുടെ അവിയൽ റെഡിയായി കഴിഞ്ഞു. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. അത് കൂടുതൽ ചേർക്കുമ്പോൾ നല്ല കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്തു. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ അവിയൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾ കണ്ടു കാണും. ഇതെല്ലാം ഒരു പ്രത്യേക രീതിയിലാണ് ഞാനിവിടെ ഈ അവിയൽ വാഴയിലയൊക്കെ വാഴയിലയും കൊണ്ടൊക്കെ അടച്ചു വെച്ച് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടത്തക്കവണ്ണം അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റാണ്. അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.